ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകടയിലെ ചില്ലിട്ട കൂട്ടിയിൽ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന രതീഷ് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ഏത്തക്കപ്പം അതുപോലെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നത് പഴംപൊരി എന്നാണ്. അപ്പോൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അതേ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് മൈദ, 1/4 കപ്പ് കടലമാവ്, കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, കൈകൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും ബാറ്റർ ആവരുത്. ഒരു ആവറേജ് ലെവലിലായിരിക്കണേ. ഇപ്പോൾ കളറ് കുറവുള്ള കാരണം നമ്മൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കളറിൽ യെല്ലോ കളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ ഹെൽത്തൊക്കെ നോക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കാരണം നമ്മളിവിടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറുത്ത പരുവത്തിലുള്ള പഴം ആർക്കും വല്ലാതെ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് പഴംപൊരി ഉണ്ടാക്കാൻ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ കല്ലിച്ച് നിൽക്കുന്ന പഴത്തിനേക്കാളും പഴംപൊരി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഈ ഒരു പഴമാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കോലത്തിലായ പഴം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിന് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കട്ട് ചെയ്യാറ്. ഞാനിപ്പോൾ ഈ തൽക്കാലം ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്തു, ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബാറ്റർ അവിടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്ത പഴം, അതുപോലെ തന്നെ നമുക്ക് പൊരിച്ചതിന് ശേഷം ഇടാനുള്ള പാത്രവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ പഴവും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷേ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്ക് പഴംപൊരി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ പഴംപൊരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.